എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ 2025 നടന്ന ഒരു പേപ്പറാണ്. അത് UP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ GK പാർട്ടാണ് നമ്മളിന്ന് പറയുന്നത്. മാത്സ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി പഠിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. താഴെ പറയുന്നവരിൽ 1930 മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്തവർ: മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്, കെ കേളപ്പൻ, മൊയ്യാരത്ത് ശങ്കരൻ, പി കൃഷ്ണപിള്ള, TK മാധവൻ, ഇക്കണ്ട വാര്യർ, RV ശർമ്മ, മൊയ്തു മൗലവി. ഏതാണ് ഓപ്ഷൻ? സി മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടില്ലാത്തവർ എന്നുള്ളത് TK മാധവനും ഇക്കണ്ട വാര്യറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ കഥാപാത്രമാക്കിയിരിക്കുന്നത് ആരെയാണ്? ആൻസർ എന്താണ് വരിക? പഴശ്ശിരാജ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പഴശ്ശിരാജയാണ് കേട്ടോ ആൻസർ. ഇവിടെ സി എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ 4 സമ്മേളനങ്ങൾ കാലഗണനാക്രമത്തിൽ നൽകിയിരിക്കുന്നു. ശരിയായത് കണ്ടെത്തുക. എങ്ങനെയാണ് ആദ്യ 4 കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്നത്? ബോംബെ, കൽക്കത്ത, പിന്നെന്താണ് മദ്രാസ്, അലഹബാദ്. ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. അപ്പൊ എന്താണ്? സി ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1931 മാർച്ച് 23 ഭഗത് സിംഗിനോടൊപ്പം ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വിപ്ലവകാരികൾ: രാജ്ഗുരു സുഖദേവ് ജിതിൻ ദാസ്, രാജ്ഗുരു ചന്ദ്രശേഖർ ആസാദ്, ജിതിൻ ദാസ് മാത്രം. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ മാത്രമാണ് ശരിയായിട്ടുള്ളത്. രാജ്ഗുരു സുഖദേവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ആരാണ് 1936 തൃശ്ശൂരിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് നേതൃത്വം നൽകിയത്? ആരാണ്? ഇക്കണ്ട വാര്യർ. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ 6 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത്? ആൻസർ സി, നിസ്സഹകരണ പ്രസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന സംഘടനകളിൽ പാലിയം സത്യാഗ്രഹ സമരവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ബി, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് എന്നാണ്? 19 ഏപ്രിൽ 1975. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെറ്റായത് കണ്ടെത്തുക. ദർശനമാല ശ്രീനാരായണ ഗുരു, പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ, കണ്ണീരും കിരാവും VT ഭട്ടതിരിപ്പാട്, ആത്മാനുതാപം വാഗ്ഭടാനന്ദൻ. ഇതില് ഡി ആണ് ശരിയല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1924 ഹാരപ്പൻ സംസ്കാരത്തിന്റെ കണ്ടെത്തൽ പ്രഖ്യാപിച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ? ആൻസർ ബി, ജോൺ മാർഷൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സസ്യശാസ്ത്രം, ജൈവ വർഗീകരണ ശാസ്ത്രം എന്നീ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകി ഈ അടുത്ത കാലത്ത് അന്തരിച്ച സസ്യശാസ്ത്രജ്ഞൻ? ആൻസർ എന്താണ്? ഡോക്ടർ KS മണിലാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ സി, മഹാരാഷ്ട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ലൂണി നദിയുടെ പോഷക നദികളിൽ പെടാത്തത് ഏത്? ആൻസർ എന്താണ്? ബേത്വ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമുദ്ര തീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാല അടിക്കുമ്പോൾ തിരശീലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗം അറിയപ്പെടുന്ന പേരെന്ത്? ആൻസർ എന്താണ്? ക്ലിഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പീറ്റ് മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏത്? ആൻസർ എ, ഗുജറാത്ത് തീരപ്രദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രാമസ്വരാജിനെ സ്വയംഭരണ ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരെ? ആൻസർ എന്താണ്? ഗാന്ധിജി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അധികാര വികേന്ദ്രീകരണം ശക്തിപ്പെടുത്തുന്നതിനായി 1957 രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ഏത്? ആൻസർ എന്താണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഡിസംബർ 11 മുതൽ റിസർവ് ബാങ്കിന്റെ ഗവർണറായി ചുമതലയേറ്റത് ആര്? ആൻസർ എന്താണ്? സഞ്ജയ് മൽഹോത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ആൻസർ എന്താണ്? DY ചന്ദ്രചൂഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മാധ്യമത്തിന്റെ മർദ്ദം കൂടുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ പ്രവേഗം ഡാഷ് ആകുന്നു. എന്താണാവുക? മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ഏത്? ആൻസർ എന്താണ് വരിക? കാൻഡല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15 സെന്റിമീറ്റർ വക്രത ആരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുന്നിൽ 10 സെന്റിമീറ്റർ ദൂരത്തിൽ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പ്രതിബിംബത്തിന്റെ സ്ഥാനം ഡാഷ് ആയിരിക്കും. ആൻസർ എന്താണ് വരിക? 30 സെന്റിമീറ്റർ. ഡബിൾ ആണ് വരിക കേട്ടോ. ദൂരത്തിന്റെ ഡബിൾ ആയിട്ടാണ് വരിക. അപ്പൊ എന്താണ്? 30 സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കോയിലിലൂടെ കാന്തിക ഫ്ലക്സ് സമയത്തിനൊപ്പം മാറുമ്പോൾ കോയിലിന്റെ EMF പ്രേരിതമാക്കപ്പെടുമെന്ന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത് ആരെ? ഫാരഡേ. മൈക്കൽ ഫാരഡേ ആണ് അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ 5 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ പാലായന പ്രവേഗം എസ്കേപ്പ് സ്പീഡ് 11.2 km/s ആണെങ്കിൽ 10 കിലോഗ്രാം ഭാരമുള്ള മറ്റൊരു വസ്തുവിന്റെ പാലായന പ്രവേഗം ഡാഷ് ആയിരിക്കും. എന്താണ് പാലായന പ്രവേഗം? അത് തന്നെയായിരിക്കും അല്ലെ? 11.2 km/s ആയിരിക്കും. അതില് മാസില് ഭാരത്തിലുള്ള വ്യത്യാസമൊന്നും കാര്യമല്ല. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്, എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ഥിര പ്രവാഹത്തിലുള്ള ഒരു ദ്രവത്തിൽ ഇടുങ്ങിയ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രവാഹ വേഗത വർധനവ് ഡാഷിനെ അടിസ്ഥാനമാക്കിയാണ്. എന്തിനെയാണ്? ദ്രവ്യ സംരക്ഷണ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. ഒരു തിരശ്ചീന മേശയിലൂടെ ചലിക്കുന്ന ഒരു ചതുരക്കട്ടയിൽ ഗുരുത്വാകർഷണ ബലത്തിന്റെ പ്രവൃത്തി ഡാഷ് ആയിരിക്കും. 0 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രനിഗൂഢത എന്ന പ്രതിഭാസം മൂലം സെപ്റ്റംബർ 14, 2022 കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായ ഗ്രഹം ഏത്? ഏതാണ് ഗ്രഹം? യുറാനസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ജൂലൈ 14 ISRO വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 റോവറിന്റെ മിഷൻ ലൈഫ് എത്രയാണ്? ആൻസർ ബി, 14 ഭൗമ ദിനങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജന്റെ ട്രിഷ്യം എന്ന ഐസോടോപ്പിൽ എത്ര ന്യൂട്രോണുകൾ അടങ്ങിയിരിക്കും? ഏതാണ്? 2 ന്യൂട്രോണുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, O-2F Na+Mg2+, ഇവ ഏത് വിഭാഗത്തിൽ പെടുന്നു? എന്താണ്? ഐസോ ഇലക്ട്രോണിക് പദാർത്ഥങ്ങൾ. ശ്രവണ സഹായികളിൽ ഉപയോഗിക്കുന്ന സെല്ല് മെർക്കുറിക് സെൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാസപ്രവർത്തനം A+B പ്രോഡക്റ്റ്, ഇതിന്റെ നിരക്ക് സമവാക്യം R = Ka(1/2 B)² ഇതു പ്രകാരം രാസപ്രവർത്തനത്തിന്റെ ഓർഡർ എന്തായിരിക്കും? ആൻസർ എന്താണ്? 2 എന്നുള്ളതാണ് കേട്ടോ ഓർഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ എ ആണ്. 2.5 ആണ്. കാരണം എന്താണ്? ഹാഫും 2 അല്ലേ? 2.5 ആണ് വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാസവാക്യം C5H12 എത്ര ഐസോമറുകൾ സാധ്യമാണ്? ആൻസർ എന്താണ്? ഡി എന്നുള്ളതാണ്. അതായത് 3 ഐസോമറുകളാണ് സാധ്യമായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജലത്തിൽ
കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലയത്വം വർദ്ധിക്കുന്നു. എപ്പോ? മർദ്ദം കൂടുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിറിഞ്ചിന്റെ പ്രവർത്തനം ഏതു വാതക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബോയിൽ നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുതി കടത്തിവിടുന്ന കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? ഗ്രാഫൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിസ് പ്ലാറ്റിൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് ക്യാൻസർ ചികിത്സയ്ക്ക്. ശ്വസന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും കോശപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നതുമായ ഊർജം സംഭരിക്കുന്ന രൂപം. ആൻസർ ഡി, ATP. പാൻക്രിയാറ്റിക് ഐലറ്റുകളുടെ ബീറ്റ കോശങ്ങൾ സ്രവിപ്പിക്കുന്ന ഇൻസുലിൻ ഏത് തരത്തിൽപ്പെട്ട ഹോർമോൺ ആണ്? ആൻസർ ബി, പെപ്റ്റൈഡ്. പുരുഷ ബീജ കോശങ്ങൾക്ക് പോഷകങ്ങൾ നൽകുന്ന കോശങ്ങൾ. ആൻസർ എ, സെർട്ടോളി കോശങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹി. ഗസ്റ്റേറ്ററി ഗ്രാഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് വഹിക്കാൻ കഴിയുന്ന ഓക്സിജൻ മോളിക്യൂളിന്റെ എണ്ണം. ആൻസർ ഡി, 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ ലോബ്. ഒസിപിറ്റൽ ലോബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോട്ടുലിസം പരത്തുന്ന ബാക്ടീരിയ. ആൻസർ ഡി, ക്ലോസ്ട്രിഡിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PMJAY അറിയപ്പെടുന്നത്? ആയുഷ്മാൻ ഭാരത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാത്സ് ആണ്, അത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.